നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് SSLC പരീക്ഷയിൽ 99.07% പേർ ഉപരിപഠനത്തിന് അർഹരായി. പരീക്ഷ എഴുതിയ 4,14,290 വിദ്യാർത്ഥികളിൽ 4,10,456 പേർ വിജയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.43% കുറവ്. കഴിഞ്ഞ വർഷം വിജയ ശതമാനം 99.50 ആയിരുന്നു. 30,514 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ കുറവ്. 2025-ൽ 61,449 പേർക്കായിരുന്നു ഫുൾ A+. +1 പ്രവേശന നടപടികൾ മെയ് 25-ന് തുടങ്ങും. ഏകജാലക സംവിധാനം വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ആവശ്യമെങ്കിൽ +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും. SSLC ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഇന്നു മുതൽ അപേക്ഷിക്കാം. സേ പരീക്ഷ ജൂൺ ആദ്യ ആഴ്ച. ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. 3 വിഷയം വരെ പരാജയപ്പെട്ടവർക്ക് സേ എഴുതാം. SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ഉടൻ തുടങ്ങും. ഡിജി ലോക്കർ വഴിയും ലഭ്യമാകും. തീപിടിച്ച കാറിന്റെ ഉള്ളിൽ കുടുങ്ങിയ ഗർഭിണിയായ യുവതി വെന്തു മരിച്ചു. വെള്ളിയാഴ്ച രാത്രി 9 ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിലുണ്ടായ അപകടത്തിൽ കക്കറമുക്ക് പൂവത്തുംചാലിൽ സോനയാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. 6 മാസം ഗർഭിണിയായ സോനയെ ആശുപത്രിയിൽ കാണിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം. കാർ ഓടിച്ചിരുന്ന ഭർത്താവ് രജൻലാൽ തീപിടിച്ചയുടനെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. പിൻസീറ്റിലിരുന്ന സോനയെ കാറിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും ഡോർ ലോക്കായതിനാൽ സാധിച്ചില്ല. പൊള്ളലേറ്റ രജൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ അലേർട്ടായിരിക്കും. അതേസമയം ഇത്തവണ കാലവർഷം നേരത്തെ എത്തും. ഈ മാസം 26ഓടെ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിച്ചേർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 4 ദിവസം നേരത്തെ ആകാനോ വൈകാനോ സാധ്യതയുണ്ട്. സാധാരണ ജൂൺ 1-നാണ് കേരളത്തിൽ കാലവർഷ സീസൺ തുടങ്ങാറുള്ളത്. കഴിഞ്ഞ വർഷം മെയ് 24-ന് കാലവർഷം കേരള തീരം തൊട്ടിരുന്നു. സെൻസെക്സ് 2027-ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനിൽ സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഉദ്യോഗസ്ഥർ വീട്ടുകളിൽ എത്തുന്നതിന് മുൻപ് വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. https://sseeds.census.gov.in എന്ന പോർട്ടലിൽ സന്ദർശിച്ച് സംസ്ഥാനം തിരഞ്ഞെടുക്കണം. കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യുക. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. വിവാഹം കഴിച്ചാലോ കന്യാസ്ത്രീ ആയാലോ പിതാവ് നൽകിയ സ്വത്ത് നഷ്ടമാകുമെന്ന വ്യവസ്ഥ നിയമപരമല്ലെന്നും പാലിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി. പിതാവ് എഴുതിച്ച ധനനിശ്ചയാധാരത്തിലെ ഈ നിബന്ധന പ്രകാരം സഹോദരിയുടെ വിഹിതം സ്വന്തം പേരിലാക്കിയ വൈക്കം സ്വദേശി വർക്കി എന്നാളുടെ അപ്പീൽ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് S. ഈശ്വരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. 1965-ൽ തയ്യാറാക്കിയ ധനനിശ്ചയാധാര പ്രകാരം ഹർജിക്കാരന്റെ സഹോദരി കത്രീനയ്ക്ക് പിതാവ് 10 സെന്റ് സ്ഥലം നൽകി. മകൾ വിവാഹിതയാവുകയോ കന്യാസ്ത്രീയാവുകയോ ചെയ്താൽ ഭൂമി മകന് ലഭിക്കുമെന്ന വ്യവസ്ഥയോടെയായിരുന്നു ഇത്. 1971-ൽ വിവാഹിതയായ കത്രീന ജർമ്മനിക്ക് പോയി. പിതാവ് 1983-ൽ മരിച്ചു. കേരള നിയമസഭയിൽ BJPയെ V. മുരളീധരൻ നയിക്കും. BJP നിയമസഭാ കക്ഷി നേതാവായി അദ്ദേഹത്തെ നിശ്ചയിക്കാൻ മാരാർജി ഭവനിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ധാരണയായി. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. സഭയിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചതും മുരളീധരനാണ്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി സൂപ്പർവൈസറെ ഒരു സംഘം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. നിലമ്പൂർ സ്വദേശിയായ പ്രശാന്തനാണ് ആക്രമണത്തിന് ഇരയായത്. ആശുപത്രിയിലെ സന്ദർശക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. രോഗിക്കൊപ്പം വാർഡിനുള്ളിലേക്ക് കൂടുതൽ ആളുകൾ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്ന് പ്രശാന്തൻ നിലപാടെടുത്തതോടെയാണ് തർക്കം തുടങ്ങിയത്. ചാലക്കുടി പുഴയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കൊന്നക്കുഴി വിരിപ്പാറയിൽ ആൽബം ചിത്രീകരണത്തിനെത്തിയ സംഘത്തിലെ യുവാവ് മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശിയായ പ്രവീണാണ് അപകടത്തിൽപ്പെട്ടത്. 21 വയസ്സായിരുന്നു.
വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയായിരുന്നു ദാരുണമായ ഈ സംഭവം. ചെന്നൈയിൽ നിന്നുള്ള ആൽബം ഷൂട്ടിംഗ് സംഘത്തോടൊപ്പമാണ് പ്രവീൺ വൈരിപ്പാറയിൽ എത്തിയത്. പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിപ്പോയ യുവാവിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാലക്കുടി അഗ്നിശമന സേനയുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുഴയിൽ നിന്ന് പുറത്തെടുത്തത്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം തെറ്റാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംരക്ഷിച്ചത് പാർട്ടിയല്ല ഭാര്യയെ മാത്രമാണെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനം റദ്ദാക്കണമെന്നും യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു. പോലീസ് ക്വാർട്ടേഴ്സിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സഹപ്രവർത്തകൻ. തിരുവനന്തപുരം വികാസ് ഭവൻ പോലീസ് ക്വാർട്ടേഴ്സിലാണ് സംഭവം. ആക്രമണത്തിൽ AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ അനീഷിനെ അറസ്റ്റ് ചെയ്തു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ അൻസാറിനാണ് കുത്തേറ്റത്. ചെവിക്കാണ് പരിക്കേറ്റത്. അയൽവാസിയായ പോലീസുകാരന്റെ വീട്ടിലെ കുടുംബ വഴക്ക് പരിഹരിക്കാൻ എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. അനീഷ് വഴക്കുണ്ടാക്കുന്നുവെന്ന് 112-ൽ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയത്. വിദേശ പൗരത്വമുള്ളവർ അനധികൃതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അന്വേഷണം ഊർജിതമാക്കി. വോട്ട് ചെയ്ത ശേഷം തിരിച്ചു പോകുമ്പോൾ വിമാനത്താവളങ്ങളിൽ 25ഓളം പേർ പിടിയിലായി. ശ്രീലങ്കൻ പൗരരും കാനഡ, UK, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരത്വം സ്വീകരിച്ച തമിഴ്നാട്ടുകാരുമാണ് വ്യാജരേഖകൾ ചമച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇമിഗ്രേഷൻ അധികൃതർ ചെന്നൈ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് ഇവരിൽ ചിലർ പിടിയിലായത്. കേരളത്തിലെ CPM നേതാക്കൾ MA ബേബിയുടെയും ജോൺ ബ്രിട്ടാസിന്റെയും നേതൃത്വത്തിൽ നോയിഡയിൽ പോയി യോഗി സർക്കാരിനെതിരെ സമരം ചെയ്തത് ജയിലിലടച്ച നോയിഡ തൊഴിൽ സമരത്തിലെ പ്രതികളെ മോചിപ്പിക്കാനായിരുന്നു. എന്നാൽ ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ടവർക്ക് 1 കോടി രൂപ വിദേശ പണം എത്തിയതായി കണ്ടെത്തൽ. സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സത്യം വർമ്മ, ആകൃതി എന്നിവർക്കാണ് വിദേശ കറൻസിയിൽ പണം എത്തിയതെന്ന് പറയുന്നു. ഡോളറുകളിലും പൗണ്ടുകളിലുമാണ് പണം എത്തിയത്. വാസ്തവത്തിൽ സത്യം വർമ്മയുടെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയത്. പിന്നീട് മറ്റൊരു നേതാവായ ആകൃതിയും കൂടി ഈ പണമിടപാടിൽ പങ്കാളിയായി. ഇവരുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് സംശയാസ്പദമായ പണമിടപാട് കണ്ടെത്തിയത്. പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെയാണ് ഈ പണം എത്തിയത്. ഇന്ത്യയിലെ സുഗമമായ ഉൽപാദന മേഖലയെ പൊളിക്കാനായിരുന്നു വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും NGO സംഘടനകളും ചേർന്ന് ഈ സമരം നടത്തിയത്. ഒരു പ്രകോപനവുമില്ലാതെയായിരുന്നു നോയിഡയിലെ തൊഴിലാളി സമരം. കണ്ണൂർ പഴയങ്ങാടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ വൻ ലഹരിശേഖരം പിടികൂടി. കാറിൽ സഞ്ചരിച്ചിരുന്ന പാപ്പിനിശ്ശേരി സ്വദേശി തഫ്സീർ, ചിറക്കൽ സ്വദേശി മുഹമ്മദ് മുഹസിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ പക്കൽ നിന്ന് മാരക ലഹരിമരുന്നായ MDMAയും പണവും കണ്ടെടുത്തു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം UDFന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് പ്രതികൾ സഞ്ചരിച്ച കാർ ബൈക്കുമായി കൂട്ടിയിടിച്ചത്. പോലീസുകാർക്കെതിരെ പരസ്യമായ കൊലവിളി ഭീഷണി മുഴക്കിയ സംഭവത്തിൽ SFI സംസ്ഥാന നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. വിപിൻ, പ്രവർത്തകരായ മുഹമ്മദ് ഷാദുലി, അഭിഷേക് എന്നിവർക്കും കണ്ടാലറിയാവുന്ന മറ്റ് 50 പേർക്കുമെതിരെയാണ് പാലക്കാട് പോലീസ് നടപടി സ്വീകരിച്ചത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ 42,000 കോടി രൂപയുടെ വൻ നിക്ഷേപം നടത്താൻ UAE. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ബാങ്കിംഗ് രംഗത്തും UAE നിക്ഷേപം നടത്തും. അതേസമയം ദീർഘകാലത്തേക്ക് ഇന്ത്യക്ക് എണ്ണയും പാചകവാതവും ലഭിക്കാനുള്ള സംവിധാനവും UAEയുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. പ്രാദേശിക സമയം രാവിലെ 11:20ഓടെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEയിൽ എത്തിയത്. മോദിയുടെ വിമാനം UAE വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ വ്യോമസേനയുടെ F-16 യുദ്ധവിമാനങ്ങൾ അകമ്പടിയായി വിമാനത്തിന് ഇരുവശവും നിരന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. 2026 നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ പ്രധാന സൂത്രധാരനെന്ന് CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂരിലെ ദയാനന്ദ് മെഡിക്കൽ കോളേജിലെ കെമിസ്ട്രി ലെക്ചറായ PV കുൽക്കർണിയാണ് പൂനെയിൽ വെച്ച് അറസ്റ്റിലായത്. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിലെ അംഗമായിരുന്നു കുൽക്കർണി. CBIയുടെ കണ്ടെത്തൽ പ്രകാരം ഏപ്രിൽ അവസാന വാരത്തോടെ കുൽക്കർണി മറ്റൊരു പ്രതിയായ മനീഷ വാക്മറയുടെ സഹായത്തോടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു. പൂനെയിലെ തന്റെ വീട്ടിൽ ഇവർക്കായി പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ നടത്തി. പരീക്ഷാ ചോദ്യങ്ങൾ ഓപ്ഷനുകൾ സഹിതം ഇയാൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ അത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും ചെയ്തു. മെയ് 3 നടന്ന യഥാർത്ഥ പരീക്ഷയിലെ ചോദ്യങ്ങളുമായി ഇവയ്ക്ക് പൂർണ്ണമായ സാമ്യമുണ്ടായിരുന്നു. ലാത്തൂർ സ്വദേശിയായ കുൽക്കർണിയെ ചോദ്യം ചെയ്യലിന് ശേഷം
പൂനെയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 8 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. 2024 അന്വേഷണത്തിൽ NTA അകത്തു നിന്നുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്ന നിഗമനത്തിലായിരുന്നു അധികൃതർ എത്തിയതെങ്കിൽ 2026 ഈ കേസിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ NTA അകത്തുള്ള ആളുടെ പങ്ക് വ്യക്തമായിരിക്കുകയാണ്. ഇന്ധന ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെ പ്രവർത്തന രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച സുപ്രീം കോടതി ആഴ്ചയിൽ 2 ദിവസം വെർച്വൽ ഹിയറിംഗ് നടത്താനും കോടതി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം പുറത്തിറക്കിയ പുതിയ സർക്കുലർ വ്യക്തമാക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിലും മറ്റ് നിശ്ചിത ദിവസങ്ങളിലും കോടതി നടപടികൾ പൂർണ്ണമായും വീഡിയോ കോൺഫറൻസിംഗ് വഴി മാത്രമായിരിക്കും നടക്കുക. കോടതി ഭാഗികമായി പ്രവർത്തിക്കുന്ന ദിവസങ്ങളിലും ഓൺലൈൻ സംവിധാനം തുടരും. ഇതിനു പുറമെ ഇന്ധനം ലാഭിക്കുന്നതിനായി കോടതിയിൽ നേരിട്ടെത്തുന്ന ദിവസങ്ങളിൽ ജഡ്ജിമാർ കാർ പൂളിംഗ് നടത്താനും തീരുമാനിച്ചു. വിദേശയാത്രകൾക്ക് നികുതിയോ സർചാർജോ ഏർപ്പെടുത്താൻ കേന്ദ്രം ആലോചിക്കുന്നുണ്ടെന്ന വാർത്ത തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച നേരിട്ട് ഇടപെട്ട് അഭ്യൂഹങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു. അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റവും പശ്ചിമേഷ്യയിലെ സംഘർഷവും മൂലമുണ്ടായ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സമ്മർദ്ദവും നികത്തുന്നതിനായി വിദേശയാത്രകൾക്ക് താൽക്കാലിക ലെവി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് കേന്ദ്രം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് CNBC TV18 റിപ്പോർട്ട് സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി മോദി വിശദീകരണം നൽകിയത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചില പ്രസംഗങ്ങളിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും ലോക്സഭാ അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ വിധാൻനഗർ പോലീസ് കമ്മീഷണറേറ്റ് വെള്ളിയാഴ്ച പ്രഥമ വിവര റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണ വിഭാഗം പങ്കിട്ടതായി പറയപ്പെടുന്ന ഒരു ടിക്ടോക്ക് വീഡിയോയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പേരിൽ ഒരു അക്ഷരത്തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീഡിയോ നീക്കം ചെയ്തു. ട്രംപിന്റെ അടുത്തിടെ നടന്ന ചൈന സന്ദർശന വേളയിൽ ട്രംപും ഷീയും റെഡ് കാർപ്പറ്റിൽ ഒരുമിച്ച് നടക്കുന്നതായി ഒരു ക്ലിപ്പിൽ കാണിച്ചതായി ദ മിറർ US റിപ്പോർട്ട് ചെയ്യുന്നു. ടിക്ടോക്ക് വീഡിയോയിൽ ചേർത്ത വാചകമാണ് വിവാദത്തിന് കാരണമായത്. ട്രംപിനെ പ്രസിഡന്റ് ട്രംപ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഷീയുടെ പേര് പ്രസിഡന്റ് സി എന്നും 2 നേതാക്കളും തമ്മിൽ കൈകുലുക്കുന്ന ഇമോജിയും പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. എക്സ് അക്കൗണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് അക്ഷരത്തെറ്റ് എടുത്തു കാണിച്ചതിന് ശേഷം സ്ക്രീൻഷോട്ടുകൾ ഓൺലൈനിൽ പ്രചരിച്ചിരുന്നു. ബെയ്ജിംഗിൽ ഷീ ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ട്രംപിനെ മനഃപൂർവ്വം ഉയരം കുറഞ്ഞതായി കാണിച്ചതാണോ എന്ന ചർച്ച ആരംഭിച്ചു. എക്സിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും വ്യാപകമായി പ്രചരിക്കുന്ന ഈ ക്ലിപ്പിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപിൻ്റെതിനേക്കാൾ അല്പം ഉയരമുള്ള സോഫയിൽ ഷീ ഇരിക്കുന്നതായി കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.